KSU പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ കോമ്പൗണ്ട് ചാടിക്കടക്കാനുള്ള ശ്രമങ്ങളിലാണ്. അതിനെ പിന്തിരിപ്പിക്കാൻ അകത്തും പുറത്തും പോലീസിന്റെ ശ്രമവും ഒപ്പമുണ്ടാകുന്നുണ്ട്. ആശാവർക്കർമാരുടെ സമരം അവിടെ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിൽ അതിന് സമീപത്ത് കൂടിയാണ് ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കാൻ പ്രവർത്തകർ ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകളിലെയും ലഹരി മാഫിയ റാഗിംഗ് സംഘങ്ങളെ അമർച്ച ചെയ്യുക എന്ന ആവശ്യത്തിലാണ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ KSU പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ജിബിൻ, KSUവിന്റെ ജില്ലാ നേതൃത്വം, ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളും അതിന്റെ നേതൃത്വവും മാത്രമാണോ സ്ഥലത്ത് സമരത്തിൽ പങ്കെടുക്കുന്നത്? അതോ KSUവിന്റെ സംസ്ഥാന തല നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ? മൂക്കി ഹോസ്റ്റലിലെ ലഹരി സംഘങ്ങളുടെ ഒക്കെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലോഷ്യസ് സേവ്യറാണ്. തുടർന്ന് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ കുറച്ച് സംസ്ഥാന നേതാക്കളും ഒക്കെ തന്നെ ഈ ഒരു മാർച്ചിന്റെ മുന്നോടിയായി ഉണ്ടായിരുന്നു. തുടർന്ന് ഇവിടെ KSUവിന്റെ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളും ഒക്കെ തന്നെ ഈ സമരത്തിന് അഭിവാദ്യം വർഷിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു വശത്ത് KSUവിന്റെ കുറച്ച് പ്രവർത്തകർ ഈ മതിൽ ചാടി കടക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് തന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി എത്തിയിരിക്കുന്നത് ഇവരുടെ തന്നെ മുതിർന്ന നേതാക്കളാണ്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ ജില്ലാ നേതാക്കൾ കൂടി ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി, പ്രവർത്തകരെ കൂടുതൽ അക്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറുവശത്താണെന്നുണ്ടെങ്കിൽ ഈ മതിൽ ചാടി കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ റോഡിലേക്ക് എത്തിക്കൊണ്ട് അവിടെ കുറച്ച് KSU പ്രവർത്തകർ ഈ ബസ് റോഡിലുള്ള ബസ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ തന്നെ നടത്തിയിരുന്നു. KSRTCയുടെ മിന്നൽ ബസ് ഇപ്പോൾ റോഡിലേക്ക് തടഞ്ഞിട്ടുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കൂടി KSU പ്രവർത്തകർ കടന്നിരിക്കുകയാണ്. ഈ ഒരു സമരം ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ മതിൽ ചാടി കടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തകർ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് അവർ കൂടി ഇങ്ങോട്ടേക്ക് ഈ റോഡിലുള്ള പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ എതിർവശത്തുള്ള MG റോഡിൽ കൂടി ഇവിടെ നിന്ന് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് പാളയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിനെയാണ് ഇപ്പോൾ KSU പ്രവർത്തകർ ഇവിടെ റോഡിൽ തടഞ്ഞിട്ടിരിക്കുന്നത്. KSRTCയുടെ മിന്നൽ ബസ്സാണ് ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. കാരണം ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്മാറി പോകേണ്ടത്. പോലീസും KSU പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റം വരെ എത്തുന്ന അവസ്ഥയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. കോളേജുകളിലെയും ക്യാമ്പസുകളിലെയും റാഗിംഗ്, ലഹരി മാഫിയ എന്നിവയെ അമർച്ച ചെയ്യുക, ഈ സംഘങ്ങളെ അമർച്ച ചെയ്യുക എന്നാവശ്യപ്പെട്ടാണ് KSU തിരുവനന്തപുരം യൂണിറ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് സംഘർഷഭരിതമാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തുകയുമായിരുന്നു. വിവരങ്ങളുമായി ജിബിൻ തുടർന്നു. ജിബിൻ, സ്ഥലത്തിപ്പോൾ എന്താണ് അവസ്ഥ? ബസ് കടന്നു പോകാൻ അനുവദിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ? മൂത്തി പോലീസ്, അതായത് ഈ ബസ് തടഞ്ഞുകൊണ്ട് പ്രവർത്തകർ അത്തരത്തിലുള്ള സമരത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് പോലീസ് കൂടുതൽ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് ഈ പ്രവർത്തകരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തുന്നത്. പക്ഷേ ആ പ്രവർത്തകർ മാറിയെങ്കിൽ പോലും, പോലീസ് ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ മാറ്റിയെങ്കിൽ പോലും വീണ്ടും പ്രവർത്തകർ കൂടുതൽ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ നിന്ന് മാറിയ ബസ്സിനെ വീണ്ടും തടഞ്ഞിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സെക്രട്ടേറിയറ്റിന്റെ നേരെ എതിർവശത്തായി സ്റ്റാച്യു ഹോട്ടലിലേക്ക് മുൻവശത്തായിട്ടാണ് ഇപ്പോൾ ബസ് ഈ പ്രവർത്തകർ തടഞ്ഞിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു തെങ്ങ് ഭാഗത്ത് തന്നെ തടഞ്ഞിട്ടിരുന്നെങ്കിൽ അവിടെ പോലീസും മുതിർന്ന നേതാക്കളും ഇടപെട്ടുകൊണ്ട് ഇത് മാറ്റിയിരുന്നു. പക്ഷെ പിന്നീട് അവിടെ നിന്ന് മുന്നോട്ടേക്ക് എടുക്കുന്ന ബസ്സിനെ വീണ്ടും പ്രവർത്തകർ തടഞ്ഞിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ തന്നെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് ഈ ബസ് തടഞ്ഞിട്ടിരുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ബസ് ഇപ്പോൾ KSRTC ബസ് ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. കൂടുതൽ പ്രവർത്തകർ വീണ്ടും ഈ റോഡിൽ കൂടി തന്നെ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് തിരുവനന്തപുരം KSU ജില്ലാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചാണ് സംഘർഷഭരിതമായത്.